ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ യേശുവിൻ്റെ തിരുവത്താഴത്തെ മോശമായി ചിത്രീകരിച്ച സംഭവത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ്റെയും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിൻ്റെയും നിശബ്ദതയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴും വൈറ്റ് ഹൗസിൽ നിന്നും ഇതുവരെ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കത്തോലിക്ക വിശ്വാസിയായ ബൈഡൻ പലതവണ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ക്രൈസ്തവ അവഹേളനത്തിൽ ഒരു പ്രതികരണവും നടത്താത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു കത്തോലിക്കന് ഇത്തരം സംഭവങ്ങളെ അപലപിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ഒരു കത്തോലിക്കനായ ബൈഡൻ മൗനം വെടിയണമെന്നും കാത്തലിക് വോട്ടിൻ്റെ പ്രസിഡന്റ് ബ്രയാൻ ബർച്ച് പറഞ്ഞു. സംഭവം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചപ്പോൾ നിവൃത്തിയില്ലാതെ ഒളിമ്പിക്സ് സംഘാടകർ കഴിഞ്ഞ ദിനം ക്ഷമാപണം നടത്തിയിരുന്നു. എന്നാൽ അമേരിക്കൻ ബിഷപ്പും പ്രമുഖ വചനപ്രഘോഷകനുമായ ബിഷപ്പ് റോബർട്ട് ബാരൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ക്ഷമാപണം ശരിയായ രീതിയിൽ അല്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഖേദിക്കുന്നുവെന്നും ക്രൈസ്തവരെ അവഹേളിക്കണമെന്ന് കരുതിയില്ല എന്നുമാണ് പറയേണ്ടിയിരുന്നതെന്ന് 30 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ബിഷപ്പ് റോബർട്ട് ബാരൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. എന്നാൽ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംഭവത്തെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു.